ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ടവരെ. ഞാൻ അലക്സ് റാം മുഹമ്മദ്. ഞാനൊരു അനുഭവം പറയാം. ഞാൻ ഓഫീസിലേക്ക് വരുന്ന വഴിവെക്കിൽ ഒരു മനുഷ്യനെ കാണാറുണ്ടായിരുന്നു. 60-നോടടുത്താണ് പ്രായം. അദ്ദേഹം ഓഫീസിൻ്റെ വഴിവെക്കിൽ വന്ന് നിൽക്കുന്നത് ആരെ കാണാനാണ് എന്നെനിക്കറിയില്ലായിരുന്നു. നിരന്തരം അദ്ദേഹത്തെ പല ദിവസങ്ങളിലും ഞാൻ ആ ഓഫീസിൻ്റെ മുറ്റത്തോ വഴിവെക്കിലോ ഒക്കെ കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ആ മനുഷ്യനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചു. എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഈ ഓഫീസിലേക്ക് വന്നതാണ്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതാരെ സമീപിക്കണമെന്ന് എനിക്കറിയില്ല, ആരെ കാണണമെന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം എനിക്ക് മറുപടി നൽകിയത്. ഞാൻ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കലാകാരനാണ്, 60 വയസ്സിനോടടുത്ത് പ്രായമുണ്ട്, ഏതാണ്ട് 48 വർഷത്തെ കലാസപര്യ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇതെവിടെയും അദ്ദേഹത്തിന് പ്രദർശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കൂലിപ്പണിക്കാരനായ ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കഴിവ് അത് പുറം ലോകത്തെത്തിക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം, ആഗ്രഹം. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കൊടുത്തു, ഞാനിത് വാർത്തയാക്കാം. അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ടായ വെളിച്ചം ഞാൻ ആ ദിവസങ്ങളിൽ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. ഒരു ചെറിയ വർത്തമാനം അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ടാക്കിയ വെളിച്ചമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എത്ര കോടി മനുഷ്യർ വാഴുന്ന ഭൂമിയാണിത്. ഇതിൽ നിങ്ങൾക്കാരുമില്ല എന്ന് കരയരുത്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒരു നാൾ നിങ്ങൾ അയാളെയോ അയാൾ നിങ്ങളെയോ തേടി കണ്ടുപിടിച്ചിരിക്കും, തീർച്ച. ഈ ശുഭചിന്തയോടെ റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് തൃശ്ശൂരിലെ അതിരപ്പള്ളി. മലനിരകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയായി ഏറ്റവും മനോഹരമായ ഇടം. പക്ഷേ ആ മനോഹാരിത, ആ ഭംഗി അതിരപ്പള്ളിയിലെ മനുഷ്യ ജീവിതത്തിനില്ല. 24 വാർത്താ സംഘം ഇന്നാദ്യം റൈഡിംഗ് റിപ്പോർട്ടറുമായി അതിരപ്പള്ളിയിലേക്കാണ് എത്തുന്നത്. അതിമനോഹരമാണ് അതിരപ്പള്ളി. കണ്ണിന് കുളിർമ നൽകുന്ന നല്ല പച്ചപ്പുള്ള കാട്, അതിലേറെ മനോഹരമായ വെള്ളച്ചാട്ടം. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ വളരെ ദുസ്സഹമാണ്. ഏറ്റവും ഒടുവിൽ വൈശ്ശേരി സ്വദേശി മോഹൻ എന്ന മധ്യവയസ്കനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയേണ്ടി വന്നത്. ആനകളെ തുരത്താൻ സ്പെഷ്യൽ ഡ്രൈവ് ഒക്കെ നടത്തി. പക്ഷേ തൊട്ടപ്പുറത്തെ ഏഴാറ്റുമുഖം ഭാഗത്തേക്ക്, അതായത് എറണാകുളം ജില്ലയുടെ ഭാഗത്തേക്ക് ആനകളെ ഓടിച്ചു വിട്ടതല്ലാതെ ആനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആന ഇവിടെ നമ്മുടെ ഈ അതിരപ്പള്ളി പഞ്ചായത്ത്, കോടശ്ശേരി പഞ്ചായത്തിലെല്ലാം വർഷങ്ങളോളം ആനകൾ വരുന്നുണ്ട്. ആനകൾ വന്ന് കർഷകരുടെ എല്ലാ വക കൃഷികളും, വാഴ, കവുങ്ങ്, തെങ്ങ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾക്കൊന്നും എന്താ പറയുക, വൈകുന്നേരം ജോലിക്ക് പോകാൻ പറ്റാനുള്ള, വൈകുന്നേരം ഒന്നും എങ്ങും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. വൈകുന്നേരം ഒറ്റയ്ക്ക് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ആനയുടെ ശല്യം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ആനശല്യം ഇല്ല. ആന ഒരു ഏരിയയിലേക്ക് മാറിപ്പോയേക്കാണ്. ഇപ്പോൾ അതിൻ്റെ പകരമാണ് ഇപ്പോൾ പുലി. ആനകളെ മാത്രമല്ല, പുലിയെയും പേടിച്ചാണ് ഇന്നാട്ടുകാർ ഇപ്പോൾ കഴിയുന്നത്. ഒരു ദിവസം ചാലക്കുടി വഴി അതിരപ്പള്ളിയിൽ നിന്ന് മലക്കാപ്പാറയിലേക്ക് പോകുന്ന യാത്രികർക്ക്, വിനോദസഞ്ചാരികൾക്ക് ഇതൊക്കെ ഒരു അത്ഭുത കാഴ്ചയായിരിക്കാം. പക്ഷേ ദിവസവും ഇത് ഈ ആനകളുടെയും അതുപോലെ തന്നെ പുലിയുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം അനുഭവിക്കുന്ന ഇന്നാട്ടുകാർക്ക് ഇത് നരക ജീവിതമാണ്. ഇവരുടെ ജീവിതം കൂടി സർക്കാർ, ഭരണകൂടം കണക്കിലെടുത്തേ മതിയാകൂ, പരിഗണിച്ചേ മതിയാകൂ. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.